അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് സ്പെഷ്യലായിട്ട് അതുകൂടാതെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ഫ്ലേവർഫുൾ റെസിപ്പീസ് ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ബിഗിനർ ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും വളരെ സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയെടുക്കാം, വളരെ സിമ്പിൾ ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി രണ്ടും തന്നെ ഞാൻ തണുത്ത് കഴിഞ്ഞിട്ടും കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് റെസിപ്പി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ബുഹാരി റൈസ് എന്ന് പറയുന്ന മന്തിയുടെ വകയിൽ പറഞ്ഞ ഒരു റൈസ് ആണ്. ഒരു അറബിക് റൈസ് ആണ്. ബുഹാരി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അറബിക് നെയിമിൽ പറഞ്ഞ ഒരു റൈസ് ആണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ മന്തിയിലൊക്കെ ചിക്കനും അത് ഫ്ലേവറൊക്കെ ചേർത്തിട്ടാണ് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഒരു റെസിപ്പി ഒരു പ്രത്യേക ഒരു മസാലയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഗീ ചിക്കൻ, ഇത് രണ്ടും ഞാൻ കോമ്പറ്റീഷന് പോയ സമയത്ത് തയ്യാറാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന റെസിപ്പീസ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് ഏത് സമയത്തും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസ് ആണ്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. കൂടെ തന്നെ തൊട്ടുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. കൂടെ തന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ മറന്നു പോകണ്ട. എന്തായാലും വീഡിയോയിൽ പോവാം. അങ്ങനെ രണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമ്മുടെ ബുഹാരി റൈസും ഒരെണ്ണത്തിൽ ഗീ ചിക്കനും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും അറ്റ് ദ ടൈം തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ആദ്യം ബുഹാരി റൈസിൻ്റെ നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ജീരകവും ഏലക്ക, കുരുമുളക്, മല്ലി എന്നിവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തരിതരപ്പായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടിച്ച പൊടി റെഡിയാണ്. ഇത് നമ്മുടെ ഗീ ചിക്കന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ പെരിഞ്ജീരകം, ജീരകം, ഉലുവ, കുരുമുളക്, മല്ലി, കൂടെ തന്നെ ഉണക്കമുളക്, അത് ഈ ഒരു റൗണ്ട് മുളകാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കൂടെ തന്നെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇതും അതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിൽ എനിക്ക് ഒന്ന് ഓനിയൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് പാനിലായിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ റോസ്റ്റ് ചെയ്ത് നമ്മുടെ മസാല തണുപ്പിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ പാനൊക്കെ ക്ലീൻ ചെയ്ത് അതിലോട്ട് നമ്മുടെ റെസിപ്പി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് അതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ഗീ ആണ്. അപ്പോൾ ഒരു 50 ഗ്രാം ഗീ എങ്കിലും വേണം. അത് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെ അളവ് അനുസരിച്ച് ഗീയുടെ അളവും കൂടും. കാര്യം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ ഗീ ആണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജീരകം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. കൂടെ തന്നെ അതിലേക്ക് 2-3 ഫുള്ളായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 25-30 അല്ലിയാണ് വേണ്ടത്. ചുമന്നുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊന്ന് വാടി കിട്ടുമ്പോൾ തന്നെ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ ആവശ്യം അതനുസരിച്ച്. പക്ഷേ എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും മിക്സ് ചെയ്ത് വേണം ഇടാൻ. എന്നാലേ ആ ഒരു റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചിക്കൻ്റെ ഒരു നിറം ഇങ്ങനെ മാറി വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മസാലയും കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കളർ കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ മസാല കരിഞ്ഞു പോകാതെ നോക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 to 20 minutes ആണ്. അപ്പോൾ ആ ഒരു ടൈം വരെയിലും ഒന്ന് അടച്ചു വെക്കുക. ഇതിൽ വേറെ മറ്റൊരു പരിപാടിയുമില്ല. ഫൈനലി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയോ കരിവേപ്പിലയോ അത് നമ്മുടെ ഇഷ്ടമനുസരണം ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ബുഹാരി റൈസ് തയ്യാറാക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഗീയും കൂടി ചേർത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫും പെരിഞ്ജീരകം, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക,
പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റാർ ആനീസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് തല്ലിയെടുക്കുക. ആ ഒരു പരുവത്തിന് വേണം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തൊണ്ടൻ മുളകും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തൊണ്ടൻ മുളകും ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി തന്നെ വല്ലാത്ത വേറൊരു ടേസ്റ്റിലായി പോകും. വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ബുഹാരി മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കൈമ റൈസ് നമ്മളിതിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5 to 10 minutes ഒന്ന് കുതിർത്ത് വെച്ചതിന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് അപ്പുറത്തൊന്ന് തിളപ്പിച്ച് വെള്ളം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. 1 കപ്പിന് 2 കപ്പാണ്. 1 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. തിളച്ച വെള്ളം. ഒരിക്കലും തിളയ്ക്കാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ചൂടായ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. എന്നാൽ അരി വല്ലാതെ കുതിർന്നിട്ട് ഒന്ന് വിരിഞ്ഞ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കൈമ റൈസ് പോലെ ഒന്ന് കുക്കായി വന്നാലേ നന്നായിരിക്കുള്ളൂ. അതിൻ്റെ ഫ്ലേവറും പോവാതെ നന്നായിട്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗീ ചിക്കൻ റെഡിയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കറി ലീവ്സാണ് ഉണ്ടായിരുന്നത്. മല്ലിയിലയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡ് ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷന് പോയ സമയത്ത് മല്ലിയിലയാണ് ഞാൻ ആഡ് ചെയ്തിരുന്നത്. റൈസ് ഒന്ന് കുക്കായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. പക്ഷേ ആ മസാലയൊക്കെ കറക്റ്റായിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു റൈസും കൂടിയാണ്. കുറച്ചുകൂടി വെള്ള നിറത്തിലാണ്. നമ്മളിപ്പോൾ 1 കിലോ അരിക്കൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ കിട്ടും. എപ്പോഴും ഒരു കപ്പ് അരിക്കൊക്കെ റൈസ് വയ്ക്കുന്ന സമയത്ത് അത് നിറം മാറാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ റൈസും റെഡിയായി. ഫൈനലി അതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയനോ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഓനിയൻ മാത്രമേ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തന്നെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആ മസാല, ബുഹാരി മസാല കുറച്ച് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.